ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അതായത് അപ്പം സ്പ്രിങ് സപ്പോസ് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ സ്പ്രിങ് ഇത് ഇങ്ങനെയാണ് സ്പ്രിങ് ഇരിക്കുന്നതെങ്കിൽ മാസ് ഇത് ഇവിടെയാണ്. സോ ഇത് സ്പ്രിങ് സ്റ്റിഫ്നെസ് S1 ഇത് S2 ആണെങ്കിൽ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/S equivalent is 1/S1 plus 1/S2. സിമിലർലി ഇത് സീരീസ്. പാരലൽ ആണെങ്കിലോ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് മാസ് വരെയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് മാസ് ഇത് ബൈ S1 സ്റ്റിഫ്നെസ് S1 ആൻഡ് S2. ഓക്കെ, ഇതിന്റെ X equivalent is equal to എന്താണ് ഫോർമുല എന്ന് വെച്ചാൽ S1 plus S2. സോ ഈ ഡയഗ്രം ഇങ്ങനെ വരാം. S equivalent is equal to ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് മാസ് വന്നിട്ട് പിന്നെ ഇങ്ങനെ വരാം. ഓക്കെ, ഇത് S1 ആൻഡ് ഇത് S2. അപ്പൊ നമുക്ക് ഈ S equivalent കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി is equal to 1/2π into root of S equivalent. ഇവിടുത്തെ S equivalent by M ഫ്രീക്വൻസിയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂ. അപ്പൊ ഇവിടെ കിട്ടുന്ന S equivalent നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് കാണിച്ചുതരാം. ഇത് ഫോട്ടോ എടുത്തായിരുന്നല്ലോ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇതൊരു 5 ആണ്, ഇതൊരു 6 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ S equivalent എന്തായിരിക്കും 1/5 plus 1/S equivalent is equal to 1/5 plus 1/6. ഓക്കെ, അപ്പൊ ഇതിന്റെ S equivalent വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് വരും? 1/S equivalent is equal to 30. 30 ആവുമ്പോൾ 6 plus 5 11/30 അല്ലേ? അപ്പൊ S equivalent എന്തായാലും 30/11 അല്ലേ? അപ്പം 1 ഫ്രീക്വൻസിയിലാണെങ്കിൽ 1/2π into root of S equivalent by M. അപ്പൊ അതെടുത്ത് A equivalent ഇവിടെ കൊണ്ട് കൊടുക്കുക, മാസ് ഇവിടെ കൊടുക്കുക, നമുക്ക് ഫ്രീക്വൻസിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദ ഇക്വലന്റ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് മാസ് ഈസ് സസ്പെൻഡഡ് ബൈ ദ സ്പ്രിംഗ്. അപ്പം മാസ് ഈസ് ഇതേപോലുള്ള ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ആദ്യത്തെ ഫസ്റ്റ് എ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരേ ഒരു സ്പ്രിങ്ങേ ഉള്ളൂ, മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, മാസിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 12 ആണ്. ഓക്കെ, S1 വാല്യൂ S1 ഈസ് ഈക്വൽ ടു 1500 Newton per meter. S1, this is S1 1500 Newton per meter. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫ്രീക്വൻസി 1/2π into root of S1 by S equivalent by M ആണ്. അപ്പൊ ഇതിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 1/2π into root of S equivalent വാല്യൂ 1500 divided by M is equal to എത്രയാണ് 12. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടൈപ്പ് എ. രണ്ടാമത്തെ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇതായി ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ വന്നിട്ട് ഗെയിൻ വന്നിട്ട് ഇവിടെ മാസ് M ഉണ്ട് 12 കിലോഗ്രാം. ദിസ് ഇസ് S1, ദിസ് ഇസ് S2. അപ്പൊ ഇത് ഈ സീരീസ് ആണ്. അപ്പൊ അതിന്റെ S equivalent കണ്ടുപിടിക്കാൻ ഫോർമുല 1/S equivalent is equal to 1/S1 plus 1/S2. ഇതാണ് ഫോർമുല. അപ്പം 1/S equivalent is equal to 1/S1 വാല്യൂ എത്രയാണ് 1/1500. അതായത് S equivalent വാല്യൂ ഫസ്റ്റിൽ തന്നിട്ടുണ്ട് 1500, 900 ആണ് S2 പ്ലസ് 1/900. ഓക്കെ, അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് S equivalent വാല്യൂ കിട്ടും. ഓക്കെ, S equivalent വാല്യൂ കിട്ടും. അതിനുശേഷം ഫ്രീക്വൻസിയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രീക്വൻസി 1/2π into root of S equivalent by M. ഓക്കെ, അതായത് സിമിലർ ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. ഇതായിരിക്കും 1/S equivalent is equal to 1/S equivalent plus 1/S1 plus 1/S2 എന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും ഡയറക്റ്റ്ലി. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് സി ആണ്. സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ അവർ തന്നേക്കണത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു മാസ് 12 കിലോഗ്രാം, വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടൊരു മാസ്. അപ്പം ഇത് S1, ഇത് S2. അപ്പൊ S equivalent എന്ന് പറഞ്ഞാൽ S1 is equal to 1500 Newton per meter തന്നിട്ടുണ്ട്. S2 എന്ന് പറഞ്ഞാൽ 900 Newton per meter തന്നിട്ടുണ്ട്. സോ S equivalent is equal to എന്താണ് S1 plus S2 ആണ്. ദാറ്റ് ഈസ് 1500 plus 900 ആണ്. ദാറ്റ് ഈസ് എത്രയാണ് 2400 Newton per meter ആണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫ്രീക്വൻസി 1/2π into root of S equivalent by M. ഓക്കെ, 1/2π into root of S equivalent എത്രയാണ് 2400 divided by 12 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ?
ഓക്കെ. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ട എസ് ഈക്വലന്റ് ഈസ് ഈക്വൽ 1500 പ്ലസ് 900 2400 ആൻഡ് 1/2 ഓഫ് എസ് ഈക്വലന്റ് ബൈ എം. അതിന്റെ ആൻസർ 2.25 ഹെഡ്സ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡി എന്നുള്ള ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ഡിയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നിട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു മാസിന്റെ ഇടയ്ക്ക് തന്നെ 12 കിലോഗ്രാം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈക്വലന്റ് S1 ഈസ് ഈക്വൽ ടു ഇതിന്റെ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ S1 ഡിവൈഡഡ് ബൈ ഹാഫ് ആണ്. അതായത് S1 ഈസ് ഈക്വൽ ടു 2S1 എന്ന് കിട്ടും. ഇവിടെ ഒരു 2S1 കിട്ടും, ഇത് ഇവിടെ ഒരു 2S1 കിട്ടും. അപ്പൊ ടോട്ടലി എസ് ഈക്വലന്റ് വരുമ്പോൾ നമുക്ക് എസ് ഈക്വലന്റ് പ്ലസ് എസ് ഈക്വലന്റ് എത്രയാണ്? 2S1 പ്ലസ് 2S1. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, അപ്പൊ എന്തായിട്ട് 4S1 കിട്ടും. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു S1 എത്ര? 1500. അപ്പൊ എത്ര വരും? 3000 വരും. 1500 ഇൻറ്റു 4 3600 വരും. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയുടെ ഫോമിൽ 1/2π ഇൻറ്റു റൂട്ട് ഓഫ് എസ് ഈക്വലന്റ് ബൈ എം. അതായത് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് എസ് ഈക്വലന്റെ വാല്യൂ എത്രയാണ്? 6000 ഡിവൈഡഡ് ബൈ എം എത്ര? 12. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും അല്ലേ? അതായത് ഇവിടെ S1 പ്ലസ് S2 ഇസ് ഈക്വൽ ടു ദിസ്. സിമിലർലി ലാസ്റ്റ് ഉള്ളതും ഇടയ്ക്ക് മാസ് വരുന്ന കേസാണ്. സിയും ഫൈയും സെയിം ആണ്. ഈ ഒരു പാർട്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് രണ്ടിന്റെ ഇടയ്ക്കാണ് മാസ് വരുന്നത്. അപ്പൊ എസ് ഈക്വലന്റ് ഈസ് S1 പ്ലസ് S2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ?